ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് ഘടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും. രാജിയിൽ തീരുമാനം ഉടനുണ്ടായില്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നും നിർദ്ദേശിക്കും. രാജി ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട്. എന്നാൽ പാർട്ടിക്ക് ദോഷമാണെങ്കിൽ മാത്രം രാജി മതിയെന്നാണ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസവും നിലപാട് ഘടിപ്പിച്ച വി ഡി സതീശനെയാണ് കണ്ടത്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോടൊക്കെയും പറഞ്ഞത് നമ്മൾ കേട്ടു. എന്താണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ഇപ്പോൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളുമായൊക്കെ തിരക്കിട്ട ചർച്ചയിലും കാര്യങ്ങളിലും ഒക്കെയാണ്. എന്താണ് നേതൃത്വത്തിന്റെ നിലപാട്? ഗുഡ് മോർണിംഗ് ചെയ്തു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കാൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. ഈ പാർലമെന്ററി പാർട്ടി എന്ന് പറയുമ്പോൾ നിയമസഭയ്ക്കകത്തെ ചർച്ചകൾ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രിവിലേജ് ഉള്ള ഒരു കമ്മിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നീട് സ്വതന്ത്ര MLA എന്നുള്ള തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കേണ്ടി വരും. ഇപ്പോഴുള്ള സീറ്റ്, അതായത് UDF-നൊപ്പമുള്ള സീറ്റെല്ലാം മാറേണ്ടി വരും. പ്രത്യേക സീറ്റിനായി രാഹുൽ തന്നെ സ്പീക്കർക്ക് കത്ത് നൽകേണ്ടി വരും. ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ വരും. ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷെ അതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും MLA ആയി തുടരാൻ കഴിയും. സാങ്കേതികമായി മാത്രമുള്ള ഒരു കാര്യമാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം പിന്നെ ചർച്ചകളിലോ പാർട്ടിയുടെ ഔദ്യോഗിക ഫോറങ്ങളിലോ ഒന്നും തന്നെ നിയമസഭയ്ക്കകത്ത് പങ്കെടുക്കാനും പറ്റില്ല. അപ്പോൾ രാജിയില്ലെങ്കിൽ ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ധാരണയിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ രാഹുൽ രാജിവെച്ചാൽ 8 മാസം തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. പീരുമേട്ടിലും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്, ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പീരുമേട്, അതുപോലെ തന്നെ കേരളത്തിൽ പാലക്കാട്, ഈ രണ്ടിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാം. അതിനുവേണ്ടി BJP ആവശ്യം ശക്തമാക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് പോലൊരു സ്ഥലത്ത് BJPക്ക് ജയസാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ അത്തരത്തിൽ BJPക്ക് വളമൊരുക്കണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ആദ്യം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് 6 മാസം തികയുന്ന മുറയ്ക്ക് രാജി എന്നുള്ള കാര്യത്തിലേക്കും നീങ്ങുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ വ്യക്തത വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, രാജിയിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് വി ഡി സതീശൻ ഇന്നലെയും വ്യക്തമാക്കിയത്. ഇന്നലെയും നേതൃത്വം കൂടിക്കാഴ്ച, അതായത് ഫോണിലൂടെയും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ 15-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങും. അതിനു മുൻപ് തന്നെ തീരുമാനം വേണമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും രാഹുലിനെതിരെയുള്ള കൂടുതൽ പരാതികൾ രംഗത്ത് വരും എന്നുള്ള സൂചനയും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. അപ്പോഴും ഉടക്കിടുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലരാണ്. അവരുടെ പ്രശ്നം, രാഹുലിന് പാർട്ടി കൊടുത്ത പദവി ഒഴിഞ്ഞ് അദ്ദേഹം അച്ചടക്ക നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി MLA സ്ഥാനം രാജിവെച്ച് CPM-ഉം BJP-യും പറയുന്നത് പോലെ ഒരാളുടെ രാജി ആവശ്യപ്പെട്ട് പാർട്ടിയെ കുഴപ്പത്തിലാക്കണമോ എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ചോദ്യം. അപ്പോൾ ഈ രണ്ട് ഘട്ടത്തിലും നിൽക്കുന്നത് കൊണ്ടാണ് ഒരു അന്തിമ തീരുമാനം കുറച്ച് വൈകുന്നത്. പക്ഷേ ഇന്നൊരു തീരുമാനമൊക്കെ പ്രതീക്ഷിക്കാമോ? ഇന്നലെ രാത്രിയും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. കാരണം വി ഡി സതീശൻ ഉള്ളത് കൊച്ചിയിലാണ്. അതുപോലെ KPCC അധ്യക്ഷനും തിരുവനന്തപുരത്തില്ല. അപ്പോൾ എല്ലാവരും ഫോണിലാണ് ചർച്ച നടത്തിയിരുന്നത്. രാഹുൽ ഇതിനിടെ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ രാഹുലിനെ നേരിട്ട് വിളിക്കാൻ വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായിട്ടുമില്ല. പക്ഷെ എന്തായാലും രാജിയിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും. ഓക്കെ പ്രവീണ.